ഇങ്ങനത്തെ ഇപ്പോൾ ഒരു ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ഡയറക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ഡയറക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവനെ ഐഡിയ വരുത്തിയിട്ട് അജ്മൽ അമീർ അതിലേക്ക് ഇറങ്ങുള്ളൂ? ഇല്ല, അദ്ദേഹം ആ സമയത്ത് ഒരുപാട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഒരു സ്മൂച്ച്. എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വേറെ രീതിയിൽ കുറച്ച് അതിനെ മാറ്റിയും ഇതൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഡു ഇറ്റ് അജ്മൽ എന്നുള്ള നിങ്ങൾ പറയും. പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വരും. അപ്പൊ കൂടുതൽ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റും ചിരിക്കും. അപ്പൊ പുള്ളിക്കാരൊക്കെ പ്രാന്ത് പിടിച്ചിട്ട് അവസാനം വേറെ രീതിയിലൊക്കെ ചെയ്ത വർക്ക്ഔട്ട് ആയ സോങ് ഒക്കെ ഭയങ്കര രസമുള്ള സോങ്. കുറെ ആയിട്ട് ഇപ്പൊ സൂപ്പർ വില്ലൻ ആയിരുന്നല്ലോ, അതായത് നയൻതാരയുടെ വില്ലനാണ്, സുരേഷ് ഗോപിയുടെ വില്ലനാണ്. ഈ സൂപ്പർ വില്ലൻ ആകുമ്പോ ഇപ്പൊ ചില ആർട്ടിസ്റ്റ് ഒക്കെ അതെന്താ സീൻ വെച്ചല്ലേ, ഇപ്പൊ നെട്രിക്കലിന് ശേഷം എനിക്ക് ബാക്ക് ടു ബാക്ക് വന്ന പരിപാടികളാണ് ഈ സൂപ്പർ വില്ലൻ, പാപ്പൻ, ഹണ്ട്. ഇതൊക്കെ നെട്രിക്കൻ കാരണം കിട്ടിയ സാധനങ്ങളാണ്. ഇത് ഒരു ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ്ലി ഇപ്പൊ ഒരു സിനിമ അവര് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുന്നത് ഹൂ വിൽ ബി ദ വില്ലൻ. ഇപ്പൊ തമിഴിലെ വില്ലൻ ആരാ, ഏറ്റവും വലിയ സിനിമ ചെയ്തിട്ട് തെലുങ്കിലെ വില്ലൻ ആരാ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ആൾക്കാർ അവർ കാസ്റ്റ് ചെയ്യുന്നതല്ല. അപ്പൊ ആ സമയത്ത് ഞാനാണ് അവിടുത്തെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടർ. അപ്പൊ ഇവിടെ വരുമ്പോഴും അവർക്ക് ഓക്കെ ഫൈൻ, ഇവൻ വന്നാൽ ഓക്കെ അത് ചെയ്തത് കൊണ്ട് ആൾക്കാർ ഓക്കെ ആയിരിക്കും എന്നുള്ള സീനിലാണ് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതും ചെയ്യാതെ മാറിയിരുന്നുണ്ടെങ്കിൽ ഞാൻ മാറിയിരിക്കത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് സിനിമകൾ വേണം, എനിക്ക് നല്ല ടെക്നീഷ്യനിൽ വർക്ക് ചെയ്യണം. അപ്പൊ വരുന്നതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തതും എൻ്റെ ഡേറ്റുകൾക്കൊപ്പം ഓക്കെ ഫൈൻ ഈ ഡേറ്റ്സിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ സിങ്ക് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലാണ് സംഭവിച്ചു പോകുന്നത്. എനിക്ക് അതോടെ ഞാൻ നിർത്തി. ഞാനിപ്പോൾ കുറെ 100 ഞാൻ നിർത്തി പരിപാടി. വില്ലൻ ഇനി വേണ്ട, ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ലീഡ് റോൾസ് മാത്രം ചെയ്ത് മതിയുള്ള സീനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് അങ്ങനെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പാപ്പന്റെ വേഷത്തിന് ഇനിയും കുറേയും കൂടി അപ്രീസിയേഷൻ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ട് കാലഘട്ടമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ള ജോഷി സാർ എന്ന് പറഞ്ഞ പോലെ ഒരു ലെജൻഡിന്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം ഒരു 50 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്, ഞാൻ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഏരിയ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് മലയാളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ജോഷി സാർ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവും എല്ലാം എനിക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു കഥ പറയാം. ഞാൻ ജോഷി സാറിനോട് ഒരു 3-ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈറ്റ് മാസ്റ്ററിന്റെ ചെറിയൊരു പ്രശ്നം കാരണം എൻ്റെ തല പോയി ഇടിക്കുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, അവിടെ പോയി ഇങ്ങനെ സംഭവിക്കും, നോ ഐ ആം ദെയർ, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ഞാനപ്പോൾ കുറച്ച് കാര്യം സംസാരിക്കുകയും ചെയ്തു. അത് ജോഷി സാർ കേട്ടു. സാർ നീ ഒരു കാര്യം ചെയ്ത്, നീ ഒന്ന് ചെയ്യേണ്ട, നീ പോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴത്തേക്കും ഞാൻ കാരവനിൽ വരുമ്പോഴത്തേക്കും നീ ജോഷി സാറോട് ഇങ്ങനെ സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഭാഗത്തൊരു തെറ്റും തോന്നിയില്ല, കാര്യം ഞാൻ അത്ര എഫേർട്ട് ഇട്ടാണ് അവിടെ വന്നിരുന്നത്. അതിനുശേഷം ജോഷി സാറിനെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ സത്യം പറയണമെങ്കിൽ ജോഷി സാർ സംസാരിച്ചപ്പോൾ സാറ് ഞാൻ അല്ല അത് ചെയ്തത്, ഞാൻ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അറിയാതെ എനിക്ക് സങ്കടം വന്നു. ജോഷി സാർ മനസ്സിലായി. പിറ്റേ ദിവസം ഒരു ഭയങ്കര സ്നേഹമായിരുന്നു ജോഷി സാറിനോട്. അതിന് സിനിമ കഴിഞ്ഞ് അവസാനം വരെ ഭയങ്കരമായിട്ട് എന്നെ പുള്ളിക്കാരൻ എന്താ പറയുക ഭയങ്കര സ്നേഹത്തിലാണ് ആരോടും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഒന്നിനും കോംപ്രമൈസ് ചെയ്യൂല. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ ഷർട്ട് ഇല്ലാതെയായിരുന്നു ഓടേണ്ടിയിരുന്നത് രാത്രി ആ പെൺകുട്ടിയെ കൊണ്ട്. എനിക്ക് സാർ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല, ഞാൻ ഷർട്ട് ഇട്ടോട്ടെ വെച്ചപ്പോൾ എന്താ ഇട്ടോ, വേറെ ആരെങ്കിലും സമ്മതിക്കില്ല. അവർ കൂടുതൽ അസിസ്റ്റൻസ് ഒക്കെ വേറെ ആരും സമ്മതിക്കില്ല, ഞാൻ നിങ്ങളെ സമ്മതിച്ചതെന്നുള്ള സീനിൽ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞെങ്കിൽ ആ സിനിമ വർക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ജോഷി സാറായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു. പെർഫോമൻസുകൾ തന്നെ എടുത്തു പറയണ മറ്റൊരു ഐക്കോണിക് പെർഫോമൻസ് ആണ് ഈ കോയിലേത്. എന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് സമൂഹത്തിന് മൊത്തം ഉദ്ധരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുഖ്യമന്ത്രി ആവുകയും അയാൾ ആ സ്റ്റേറ്റിനെ തന്നെ തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തീവ്രവാദി ലൈനിലേക്ക് പോവുകയും ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലനാർക്കാണ്. അതിനകത്ത് ഒരു ഇൻഡോർ സീക്വൻസിൽ ഈ വയറുള്ള ഒരു കർട്ടൻ വെച്ചിട്ട് ഒരാളെ ജീവയുടെ അപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഒരു വില്ലനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഈസിനെസ്സോട് കൂടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെ വി ആനന്ദ് എന്താ ആ സമയത്തൊക്കെ ബ്രീഫായി തന്നിട്ടുണ്ടായിരുന്നത്? കെ വി സാറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ സിനിമയിൽ അതൊരു വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് തുടക്കത്തിൽ ഇപ്പോൾ മാളമ്പി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോയി ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്ത പരിചയം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഇവിടെ പോയപ്പോൾ നമ്മൾക്ക് എവിടെ നോക്കിയാലും ഒരു 250-300 ജൂനിയർ ആർട്ടിസ്റ്റ്, ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വേറെ പാറ്റേൺ. സോ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾ വേറൊരു വേൾഡിലേക്ക് വന്നിരിക്കുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള സീനിൽ തന്നെ ഞാൻ ഓരോ പരിപാടികളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ
അതിന്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ തന്നെ പുള്ളിക്കാരനെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എടാ നീ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇത് ചെയ്യണം, കാരണം ഇതിന്റെ റീസൺ അതാണ്, ഇതിന്റെ പുറകിൽ ഇതായിരിക്കും നടക്കാൻ പോകുന്നത്, സോ യു ബി ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് മിഷ്കിൻ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ അവിടെ നമുക്ക് സമയമുണ്ട് എല്ലാം ചെയ്യാനായിട്ട്. മലയാളത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. മലയാളത്തിൽ ടെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേക്ക് നമുക്ക് ഒട്ടും സ്പേസ് പോലും കിട്ടില്ല. നമ്മളൊന്ന് സംഭവം മനസ്സിലാക്കി ചെയ്ത് വരുമ്പോഴത്തേക്കും മടമ്പിക്ക് അങ്ങനെയായിരുന്നു, ഒരേ ടേക്കിലൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് കുറച്ച് സമയം ഒരു നമ്മളെയും കൂടി കുറച്ച് കൺസിഡർ ചെയ്തിട്ട് കുറച്ചും കിട്ടി നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ കോല് അങ്ങനെ ആയിരുന്നില്ല. കോല് നമുക്ക് കൃത്യമായിട്ടുള്ള സ്പേസ് എന്നിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പെർഫോം ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ കുറെ അദ്ദേഹമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് ഈ ക്യാരക്ടറെ പറ്റിയിട്ട്. അപ്പം ഞാൻ ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ വീണ്ടും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി തുടങ്ങിയത്. സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, സാർ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ തോന്നിയ ഒരാള് കെ വി സാറാണ്. അതുവരെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ഡയറക്ടറോട് ഞാൻ ചോദിച്ചിട്ടില്ല, കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ള പക്ഷെ സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ. അങ്ങനെ കുറെ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടാണ് ആ ക്യാരക്ടർ എനിക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്ലൈമാക്സിലെ ഫൈറ്റ് ഇങ്ങനെ തുപ്പിയിട്ട് സംസാരിക്കുന്ന ഒരു സാധനമാണ് അത്. പിന്നെ ഇങ്ങനെ തോക്ക് ശിവനെ വെച്ചിട്ട് ഞാൻ നിലത്തിലിട്ട് ഇല്ല ഞാൻ ചെയ്തോട്ടെ. അപ്പൊ ആദ്യം പുള്ളിക്കാരൻ എന്തിനാ നീ തോക്ക് വെച്ചോണ്ട് സംസാരിച്ചാൽ മതി, എന്നിട്ട് പുള്ളിക്കാരൻ ഇല്ല നീ തോക്കിട്ടോ അതായിരിക്കും നല്ലത്. അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലൈമാക്സ് സീക്വൻസിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ ഒരുപാട് ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വളരെ കൃത്യതയുള്ളൊരു ഫിലിം മേക്കറാണ് അദ്ദേഹം. ഏറ്റവും ദിവസം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള സുഖം ഒന്ന് വേറെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഏതെങ്കിലും പുതിയ സിനിമ ഇറങ്ങിയാലോ ഏതെങ്കിലും ഒരു ടോക്ക് ഓഫ് ദി ടൗൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ സിനിമ ഇറങ്ങിയാലോ ഒക്കെ അപ്പൊ കെ വി ആനന്ദ് സാറും അജ്മൽ അമീനും ഫോണിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് ആ സിനിമ കാണണം എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നല്ലേ, അത് മാത്രമല്ല നമ്മളതിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മാട്രാന്റെ നമ്മൾ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും അവസാനത്തെ ഒരു 3-4 ദിവസങ്ങളൊക്കെ ഉള്ള ഷൂട്ട്. അപ്പോഴേക്കും പുള്ളിക്കാരൻ അടുത്ത സിനിമയിലേക്ക് കയറി കഴിഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ മറ്റേ മാട്രാനിൽ ഇടാൻ ഞാൻ ഇങ്ങനെ പരിപാടിയുണ്ട്, നീയാണ് ആ സിറ്റുവേഷനിൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറ്. കാര്യം വേറെ ഒന്നുമല്ല, ഞങ്ങൾ പല ദിവസങ്ങളിലും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പുള്ളിക്കാരൻ വിളിക്കും. പുള്ളിക്കാരൻ എന്നിട്ട് അവിടുത്തെ ഏറ്റവും നല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ മധുര എന്നാണെങ്കിൽ മധുരയിലെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് എന്നറിയാം. തിരുനെൽവേലി ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അറിയാം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കും, ഞങ്ങൾ ഡിന്നർ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഇദ്ദേഹം പിന്നെ ജഗൻ എന്നൊരു പാട്ടിട്ട് ജീവ വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു ഇതിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിക്കും നമ്മളോട് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നമ്മളായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യായിരുന്നു സ്ക്രിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ വലിയൊരു സംവിധായകൻ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു ലെവലാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ഒരു പേഴ്സണൽ ലോസും കൂടി. പിന്നല്ലേ, ഉറപ്പായിട്ടും. മലയാളത്തിലേക്ക് ഇപ്പൊ സിനിമകൾ ചൂസ് ചെയ്യുന്ന വിധമുണ്ടല്ലോ, അതിനിപ്പോ അജ്മൽ അമീർ നിൽക്കുന്ന ഒരു സ്പേസിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടല്ലോ. അതിപ്പോ ഏത് ക്യാരക്ടറിന് വേണമെങ്കിൽ ചെയ്യാം. ക്യാരക്ടർ പരിപാടി നിർത്തി ചെയ്യണമെങ്കിൽ ഒരു ഡബിൾ ഹീറോ ഒക്കെ ആണെങ്കിൽ പിടിക്കാനുള്ള സീനിൽ നിൽക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് വിളിച്ചു, ഒന്നും ചെയ്തില്ല. ചെയ്യണമെങ്കിൽ ഹീറോ അല്ലെങ്കിൽ വേണ്ട എന്നുള്ള സീനിൽ നിൽക്കുക. കാരണം എനിക്ക് തമിഴിലും തെലുങ്കിലും ഇഷ്ടം പോലെ ലീഡ് പരിപാടികളുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഓക്കെ. ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ കഥ പറയാൻ വരുന്ന ആളുകളോട് എന്താ പറയുന്നത്? ഇപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് സ്ക്രിപ്റ്റിൽ വേണമെന്നാണ്, എന്തായിരിക്കും? ഒരിക്കലും ഇല്ല. ഇപ്പോ വന്ന് ഒരുപാട് സിനിമ മാറിയിട്ടുണ്ട്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും. അപ്പൊ ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ 2K കിഡ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളും പരിപാടികളൊക്കെ ആയിരിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ അഞ്ചാതെ പറ്റി അവരോട് സംസാരിച്ചു. റീസെന്റ് കുറെ പിള്ളേർ കണ്ടിട്ട് യങ്സ്റ്റേഴ്സ് ആ പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഞങ്ങൾ ആ പടം കണ്ടിട്ട് എന്ത് പടം എന്ത് ക്ലാസിക് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവർ അത്രയും ഫിലിം ലവേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രസമുള്ള ക്വാളിറ്റിയുള്ള സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ റീസെന്റ് ഒരു സിനിമ ചെയ്തുകൂടെ, എനിക്കത് ഒരുപാട് പേഴ്സണലി ക്ലോസ് ടു മൈ ഹാർട്ടാണ് ആ സിനിമ. അഭ്യൂഹം എന്നൊരു സിനിമ കഴിഞ്ഞ വർഷം. അത് പക്ഷെ അതിന്റെ ഡയറക്ടേഴ്സിന് കൃത്യമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അതിനുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു രസമുള്ളൊരു സിനിമയായിരുന്നു അഭ്യൂഹം. നാടൻ വേഷത്തിൽ എനിക്കപ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായൊരു, അത് കൃത്യമായിട്ട് എല്ലാവരും കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമായിരുന്നു. എനിക്കത് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഞാൻ ചെയ്ത അക്യൂസ്ഡ് ആണെങ്കിൽ ഒരു കോൺസ്റ്റബിൾ സാധനമാണ്. ഇപ്പൊ ഞാൻ മറ്റേ ആ ചെയ്തതിനു ശേഷം ഒരു 4-5 CM തന്നെ ചെയ്തു, CM ആയിട്ട് തന്നെ തെലുങ്കിലും അവിടെയൊക്കെ പോയി ചെയ്തു. അപ്പൊ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മൾ ഒരു ഒട്ടന്തടി ആയതുകൊണ്ടും നമുക്ക് ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ പോയി ഇരിക്കുക, അവരുടെ കൂടെ കൂട്ടുകൂടി ഇരിക്കുക,
അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. ഉം, ഉം, സിനിമയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി പോവുക, കാണാൻ, ഇരിക്കുക, സംസാരിക്കുക എന്നല്ലാതെ ഉം. അവരുടെ കൂടെ 24 hours അവരുടെ വീട്ടില് പാർട്ടീസ് അങ്ങനെ പാർട്ടീസ് അങ്ങനെ അവരുടെ കൂടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോ ഞാൻ എല്ലാവരുടെ പോയി മിങ്കിൾ ചെയ്യും. കാര്യം എനിക്ക് അവരുടെ ഒരു സംഭവം അറിയണം, അവർക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പണ്ടൊക്കെ പാർട്ടീസിലൊന്നും പോലും പോകത്തില്ല. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ മാക്സിമം പോയിട്ട് ഒരു സോഷ്യലൈസിങ് പരിപാടിയാണ്. കാര്യം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്ക് ആലോചിച്ച് പരിപാടി നടക്കില്ല. അപ്പം ഞാൻ എല്ലാം ഒരു മാക്സിമം പുറത്തൊക്കെ പോയി ആൾക്കാരെയൊക്കെ കാണുന്ന ഒരു ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് സിനിമയുടെ അകത്ത് നല്ല സുഹൃത്തുക്കളും ഉണ്ടാവണം. ഉറപ്പായിട്ടും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ എനിക്ക് റീസെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ, ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ബിറ്റേ കണ്ടോളൂ. നമ്മുടെ രാജ്ബി ഷെട്ടി അടുത്ത് ആരോ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ നടക്കണു. ഓക്കെ ഫൈൻ ബ്രോ, നിങ്ങൾ ഇങ്ങനെ ഗ്യാങ് ഉണ്ടാക്കിക്കോ, ആരാ വേണ്ടെന്ന് പറഞ്ഞ അതാണ് സീൻ. അപ്പോൾ പക്ഷെ എനിക്ക് അത് കൃത്യമായിട്ടുള്ള സിനിമകൾ അറിയുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ കിട്ടണം, നല്ല പ്രൊഡ്യൂസേഴ്സിനെ കിട്ടണം. അപ്പം അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കി ഇറങ്ങുന്ന ഒരു തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെ ഒരു ഗ്യാങ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചെറിയ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ലെറ്റ്സ് സീ. അന്ന് കാലത്ത് ഈ പ്രണയകാലത്തിന് ശേഷം ആ സമയത്തൊക്കെ ഈ ചില ഓൺലൈൻ പോർട്ടൽസിലൊക്കെ വേണ്ടി ചെറിയ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഡയറ്റിൽ വളരെ ഫോക്കസ്ഡ് ആണ്, 30% എപ്പോഴും ഞാൻ എൻ്റെ വയറൊഴിച്ചിടും, പിന്നെ എന്താ പറയാ വൈറ്റ് പരമാവധി ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. ആ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്? ഇല്ല, ഞാൻ സത്യം പറഞ്ഞെങ്കിൽ അത് എല്ലാവരും പാലിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഡയറ്റ് പ്ലാൻസ് ആണെങ്കിൽ അത് തന്നെയാണ് ഞാൻ എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഒന്നുമില്ല. ഞാനൊരു 3 മാസം കൃത്യമായിട്ട് വർക്കൗട്ടും ഡയറ്റ് പ്ലാനും നോക്കും. 3 മാസം എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും. പിന്നെ എന്തെങ്കിലും ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 50% മാറും. എന്നല്ലാതെ ഭയങ്കരമായിട്ട് ഡയറ്റ് കോൺഷ്യസും പരിപാടികളൊന്നുമില്ല. അജ്മൽ എപ്പോഴും ഒരു യുവാവ് തന്നെയാണ്, അതിന് വലിയ മാറ്റം. ഞാൻ അന്നും യുവാവ് തന്നെയായിരുന്നു. ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരാളധികം മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും പലപ്പോഴും പല റീൽസ് ഇടുമ്പോൾ ഇത് ഭയങ്കര ഒരു അവർഷമാണ്. പണ്ടാണ് എന്താണ് എല്ലാവരും ഇങ്ങനെ പറയണത്. ഒരു 20 years സ്റ്റാർട്ട് ചെയ്ത കരിയർ 15 years കഴിയുമ്പോൾ ഒരു 10-35 വയസ്സാകുമ്പോഴത്തേക്ക് ആൾക്കാർ മാറും. അത് ഞാൻ പറഞ്ഞത് രൂപം കൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ സംസാരിക്കുന്ന വിധം കൊണ്ട്, സിനിമയെ കാണുന്ന വിധം കൊണ്ട്, സിനിമയോടുള്ള എന്തൂസിയാസം. ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആദ്യത്തെ സിനിമ കിട്ടേണ്ട ഒരു ന്യൂബി ആക്ടർ ഉണ്ടാവുന്ന ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, ഒരു ചുറുചുറുക്കുണ്ടല്ലോ, അതുണ്ട്. അതിന്റെ ഒരു ആ ഫയർ എങ്ങനെ നിലനിർത്തുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോഴും പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ നടക്കുന്ന, അത്രയും മാർക്കറ്റിങ്ങിന് വരെ നടക്കുന്ന ഒരു അജ്മൽ ഉണ്ടല്ലോ, അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് നമ്മളുടെ കൂടെ ആൾക്കാരില്ലാതെ ആവുമ്പോ നമ്മൾ തന്നെ നോക്കിയില്ലെങ്കിൽ വേറെ ആരുണ്ടാവില്ല. നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ. അപ്പൊ ഇറങ്ങാം. ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ ആയിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കളിക്കണം. ജയിക്കോ തോക്കിയോ അത് വേറെ കാര്യം. ഞാൻ ഒറ്റയ്ക്കാണ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ജയിക്കണം. അതില് പൊളിറ്റിക്സ് കളിക്കണമെന്ന് എനിക്കറിയില്ല. നേരെ പോകാൻ നേരെ പോകും. എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ദേഷ്യ കാര്യം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ഇതാണ് കാര്യം, ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായപ്പോ എന്നുള്ള ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോ എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നേരെ പോവാ നേരെ പോകും. അതാണ് എന്റെ പോളിസി. ഈ ഇപ്പൊ എന്താ പറയാ, ഒരു സിനിമയുടെ ഡിസ്കഷൻ അതിന്റെ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ പോയിട്ട് ഈ അവസാന നിമിഷമൊക്കെ മേക്കർ അല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് കയ്യിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ആ സിനിമ തന്നെ മാറി മറ്റൊരാളിലേക്ക് പോവുക, ആ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരുപാട് 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 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ തന്നെ മലയാളത്തിൽ തന്നെ പറയാം, ആരാണെന്നും പറയില്ല. ഒരു സിനിമ, ആ സിനിമയ്ക്ക് ആ ഡയറക്ടറിന് ഒരു പ്രൊഡ്യൂസറെ ഒപ്പിച്ചെടുത്തത് ഞാനാണ്. അയാളുടെ കഷ്ടപ്പാടുകൊണ്ട് ഞാൻ സ്റ്റഡിയൊക്കെ കൊടുത്തത്. വേറൊരു ആർട്ടിസ്റ്റ് അയാൾക്ക് ഓക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പുതിയ വന്ന പ്രൊഡ്യൂസർ വേറൊരു ആൾക്ക് ആ സിനിമ കൈമാറുകയും ആ സമയത്ത് ഈ ഡയറക്ടർ ആ പ്രൊഡ്യൂസറായിട്ട് ഒത്തുകൊണ്ട് എന്നെ പതുക്കെ മാറ്റിയിട്ട് ആ സിനിമ ചെയ്യുകയും ചെയ്ത ഒരു സീനുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കഥ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പറഞ്ഞ് അത് സിനിമയായി മാറിയിട്ടുണ്ട്. അയാൾക്ക് ആ പറഞ്ഞ റൈറ്ററിന് ഞാൻ റൂം എടുത്ത് കൊടുത്ത് ഞാൻ ഇരുത്തി അവനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് അവന് ചെറിയൊരു അഡ്വാൻസും ഒക്കെ സെറ്റാക്കി കൊടുത്ത് അവൻ എന്നിട്ട് ആ കഥ വേറെ പല സ്ഥലങ്ങളിലും പോയി പറഞ്ഞു. അതങ്ങനെ പോയ അങ്ങനെയും സീനുകളുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ അഡ്വാൻസ് വരെ തന്നിട്ട് ടുവേർഡ്സ് എൻഡ് ആയപ്പോഴത്തേക്കും മാറിപ്പോയിട്ടുള്ള സിനിമകളുണ്ട്. പക്ഷെ ഈ പരാതികളോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോ ഒന്നും എവിടെ അവതരിപ്പിക്കുന്ന അജ്മൽ അമീറിനെ കണ്ടിട്ടില്ല. അല്ല, ഇത് എല്ലാം സിനിമയിലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ പരാതിയായിട്ട് എവിടെ പോയി പറയണം, ആരടുത്ത് പറയണം, എന്ത് ആവശ്യമായിരിക്കും. നമ്മൾ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ അടുത്തത് ഇനിയാണ് സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ നമ്മൾ ആൾക്കാരുടെ ഇടപഴകുമ്പോൾ നമ്മൾ മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക. പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക. അതൊക്കെ നമുക്ക് പറ്റുള്ളൂ.